ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ പണ്ട് കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇന്നത്തെ സ്ത്രീകൾക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് അത്രയും കൂടുതലുണ്ടാകുന്നത്? ഇതിൻ്റെ സിംറ്റം എന്ന് വെച്ചാൽ പ്രസവിച്ചതിന് ശേഷം വെറുതെ കാര്യമില്ലാതെ ഇരുന്ന് കരയുക, അല്ലെങ്കിൽ ഭയങ്കര ഒരു ആങ്സൈറ്റി ഫീൽ ചെയ്യുക, ഉറക്കമില്ലാതെ വരിക, വിശപ്പില്ലാതെ വരിക, ചിലപ്പം ഉറക്കം കൂടുതലായിട്ട് ഉറങ്ങുക, കുട്ടിയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക, എല്ലാവരോടും ഒരു ദേഷ്യമോ സങ്കടമൊക്കെ പോലെ തോന്നുക, മൂടിയായിട്ടിരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടിലായതുപോലെ ഉള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു സ്ത്രീ പ്രസവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രഗ്നൻസി എന്നുള്ള ആ കുട്ടിയെ ക്യാരി ചെയ്യുന്ന പീരീഡ് മുതൽ ഡെലിവറിയൊക്കെ കഴിയുന്നത് വരെ പലതരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് ഒരു അമ്മയാകാൻ വേണ്ടി നമ്മുടെ ശരീരവും യൂട്രസും ഗർഭപാത്രവും ഒക്കെ ഒരുങ്ങുമ്പോൾ അതിനൊരുപാട് മാറ്റങ്ങൾക്ക് ഒരു സ്ത്രീ വിധേയമാകുന്നുണ്ട്. അപ്പോൾ ആ വിധേയമാകുന്നത് കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ കയറ്റവും ഇറക്കവും എല്ലാം കാരണം കൊണ്ട് നമ്മളുടെ മൂഡിന് ചില വ്യത്യാസങ്ങൾ നമുക്ക് വരാറുണ്ട്. അത് ഇപ്പോഴല്ല, സ്ത്രീ പ്രസവിക്കുന്ന കാലം മുതൽ കൊണ്ട് ഉള്ളതാണ് ഈ ഹോർമോണൽ ചേഞ്ചസ്. പക്ഷെ ഇന്നാണ് ആ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഒരു പ്രസവിച്ച സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിയെ വളർത്തുന്നത് അല്ലെങ്കിൽ ഒരു അമ്മയാകുന്നത് ഒരു ബാധ്യതയാണ്. ഞാൻ എങ്ങനെ കുട്ടിയെ നോക്കും? അതായത് ഇപ്പോഴത്തെ കുട്ടികൾ അമ്മയാകാനും അച്ഛനാകാനും തന്നെ ഒരുപാട് താമസിക്കുന്നതും, ഒരു അച്ഛനാകാൻ എന്നെക്കൊണ്ട് പക്വതയുണ്ടോ, ഒരു അമ്മയാകാൻ എന്നെക്കൊണ്ട് പക്വതയുണ്ടോ എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അപ്പം അവർക്ക് ആ ഭയം, ഒന്നാമത് അവർക്ക് ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് വരുന്ന, ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ നോക്കി വളർത്തുമെന്നൊക്കെ ഉള്ള ഒരുപാട് സ്ട്രെസ്സിൽ കൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ആയിട്ട് വേറൊരു കാര്യം ഞാൻ പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ പണ്ട് പ്രസവിച്ച സ്ത്രീകൾക്ക് ഒരു രാജകീയമായ ഒരു ട്രീറ്റ് നമ്മുടെ നാട്ടിൽ കൊടുക്കുമായിരുന്നു. അതായത് അവരെ മസാജ് ചെയ്യുക, കുളിപ്പിക്കുക, കുറേ ഹെർബ്സൊക്കെ ഇട്ട്, പച്ചമരുന്നൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ഒഴിക്കുക, അമ്മയ്ക്ക് മസാജ് ചെയ്യുക, കുട്ടിക്ക് മസാജ് ചെയ്യുക. പിന്നെ പ്രസവരക്ഷകൾ എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മളുടെ അടുത്ത്, പ്രസവം എന്ന് പറഞ്ഞാൽ നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ് അല്ലേ, ഇതിന് ഇത്രയൊക്കെ രക്ഷകളുടെ ആവശ്യമുണ്ടോ എന്ന് നമ്മളോടെല്ലാവരും ചോദിച്ചു. അല്ലെങ്കിൽ നമ്മുടെ പുതിയ സമൂഹം അവരും ചിന്തിക്കാൻ തുടങ്ങി, അമേരിക്കക്കാർക്ക് പ്രസവരക്ഷയില്ല, മറ്റവർക്ക് പ്രസവരക്ഷയില്ല, പിന്നെ നമ്മളെന്തിനാ ഇന്ത്യക്കാർക്ക് മാത്രം ഈ പ്രസവരക്ഷ എന്ന് നമ്മളും ചിന്തിച്ചു. ശരിയാണ്, പ്രസവരക്ഷയുടെ ആവശ്യമേ നമുക്കില്ല, അത് കറക്റ്റാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പഴയ സിസ്റ്റം പ്രകാരം ഒരു പെൺകുട്ടി 7 മാസമാകുമ്പോഴേ അവളുടെ അമ്മയുടെ വീട്ടിൽ പോകുന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ ഒരു സെക്യൂരിറ്റിയാണ്, എൻ്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുണ്ട്, എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ, ആ സെക്യൂരിറ്റി. ഞാൻ ഒറ്റയ്ക്കല്ല കുട്ടിയെ നോക്കേണ്ടത്. ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ അണുകുടുംബമാണ്, അവർ ഭാര്യയും ഭർത്താവും തന്നെ മാനേജ് ചെയ്യണം. അപ്പോൾ പുതിയതായിട്ട് കുട്ടി കിടന്ന് കരയുക, ഇവർക്ക് ഉറക്കം നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വളരെ ടെൻഷനാകും. അപ്പോൾ ഈ വീടുകളിൽ പോവുക, പിന്നെ പ്രസവിച്ചതിന് ശേഷമുള്ള 2-3 മാസം അമ്മയുടെ കൂടെ തന്നെ താമസിക്കുക. കുട്ടി കരയുകയാണെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അവിടെ അതിനായിട്ട് നമ്മൾ ചിലപ്പോൾ ആളെ നിർത്തും, ആ ആളുകളോ ഒക്കെ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കുക. അമ്മ കുളിക്കുമ്പോൾ കുട്ടിയെ നോക്കുക, മസാജ് ചെയ്യുക. പിന്നെ സ്പെഷ്യലായിട്ട് ചില ഫുഡുകളൊക്കെ കൊടുക്കുക, പാലുണ്ടാകാനുള്ള ഫുഡ്, ശരീരം തണുക്കാനുള്ള ഫുഡ്, ഇഞ്ചിക്കറി, അങ്ങനെയൊക്കെ പല, ഇഞ്ചി, ഉലുവ, ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങളൊക്കെ കൂട്ടുക. പിന്നെ ഈ മസാജ് ചെയ്യുക എന്ന് പറയുമ്പോൾ, മസാജ് ശരീരത്തിന് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ വലിയ അത്യാവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ പല ആൾക്കാരും, ഫോറിനേഴ്സ് ഒന്നും ഇങ്ങനെ മസാജ് ചെയ്തിട്ടല്ല പ്രസവത്തിന് ശേഷം. പക്ഷേ നമ്മളൊരു മസാജ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. ഇതെല്ലാം സന്തോഷത്തിൻ്റെതായ ഹോർമോൺസാണ്. ഈ സന്തോഷം നമുക്ക് ഉണ്ടാവുകയും, ഒരമ്മ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അവൾക്ക് സന്തോഷമായിട്ടുള്ള കുട്ടിയെ നോക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, ഈ തരത്തിലുള്ള ഒരു ഡിപ്രഷൻ വളരെ കുറയും. കാരണം ഈ ഹോർമോണുകളുടെ വ്യത്യാസം ഉണ്ടാകുക, പിന്നെ നമ്മൾ ആരൊക്കെയോ കെയർ ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ആ ഒരു അവസ്ഥയിൽ ആ അമ്മയ്ക്ക് കുട്ടിയെ നോക്കാനും സാധിക്കും.
അപ്പോൾ പിന്നെ പാല് ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ പാലില്ല, അങ്ങനത്തെ ഉള്ള ഒരു പ്രോബ്ലം ഒന്നും വരുന്നില്ല. നമ്മൾ കുറേ സ്പെഷ്യൽ ഫുഡ്, പയറ്, ഉലുവ, ഇങ്ങനെയൊക്കെ പലതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനവൻ്റെ ട്രഡീഷനിൽ എന്തായിരുന്നു അത് തുടർന്നു കൊണ്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളുടെ പാരമ്പര്യം എന്തായിരുന്നു, നമ്മൾ പലപ്പോഴും വേറെ കൺട്രീസിലൊക്കെ പോകുമ്പോൾ അവരൊക്കെ അത് തിന്നിട്ടാണോ, അവർക്കൊക്കെ ഒരു കുഴപ്പമില്ലല്ലോ, ഇവരൊക്കെ ഇത് തിന്നിട്ടാണോ, ഇതൊന്നും അവർക്ക് കുഴപ്പമില്ലല്ലോ എന്നുള്ളതല്ല. നമ്മളുടെ പൂർവികർ എങ്ങനെ ജീവിച്ചിരുന്നു, അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്. നമ്മൾ ചോറാണുണ്ടെങ്കിൽ നമ്മൾ ചോറ് തന്നെ ഉണ്ടായാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചപ്പാത്തിക്കൊന്നും മാറണമെന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളിങ്ങനെയൊക്കെ ശീലിച്ചിരുന്നു. അതുപോലെ ചെയ്തുകൊണ്ട് വന്നാൽ നമുക്ക് കുറച്ചുകൂടെ ആ രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അത് പറയുമ്പോഴും എനിക്ക് ഒരു എക്സാമ്പിൾ ഓർമ്മ വരും. എൻ്റെ വീടിൻ്റെ അടുത്ത്, ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറയും, പ്രസവിച്ചപ്പോൾ ഒക്കെ ചേട്ടൻ ചോദിച്ചു, എന്തിനാടി ഇങ്ങനെ കിടക്കുന്നതും റെസ്റ്റ് എടുക്കുന്നതൊക്കെ, ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇംഗ്ലീഷുകാർ കിടക്കുന്നില്ല, ഇംഗ്ലീഷുകാർ ഉച്ചയ്ക്ക് ചോറും തോരനും മീൻകറിയും ഇത്രയും 10 കറിയൊന്നും കൂട്ടിയല്ലല്ലോ ചേട്ടാ കഴിക്കുന്നത്, പിന്നെ നമ്മൾ ഈ പ്രസവത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം എന്തിനാ ഇംഗ്ലീഷുകാരെ എടുത്തിടുന്നതെന്ന് ആ ചേച്ചി ചോദിച്ചു. അത് സത്യമല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചില കാര്യത്തിന് ഇംഗ്ലീഷുകാരെയും ചില കാര്യത്തിന് നമ്മുടെ തന്നെ പാരമ്പര്യവും പിടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ പൂർവികരുടെ ശീലങ്ങൾ നമുക്കെപ്പോഴും ഹെൽത്തിയായ ശീലങ്ങൾ തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ നമുക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു, ഇപ്പോൾ പറയുന്ന എല്ലാവരും വെളിച്ചെണ്ണ നന്നായിട്ട് നല്ല സാധനമാണ്, അത് കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും എന്താ പറയുന്നത്, കഞ്ഞി കുടിക്കരുത്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് നമ്മളെ മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മുടെ പഴയത് എന്താണോ അതിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പഴയ ജനതയ്ക്ക് അല്ലെങ്കിൽ പഴയ പൂർവികന്മാർക്ക് ഭയങ്കര എഡ്യൂക്കേഷൻ ഒന്നുമില്ലെങ്കിലും അവർ ചെയ്തിരുന്ന കാര്യങ്ങളുടെ പുറകിലെല്ലാം ഒരു വലിയ കാര്യങ്ങളുണ്ടായിരുന്നു, വലിയ ഒരു പൊരുളുണ്ടായിരുന്നു. അത് എവിടുന്ന് ആര് പഠിപ്പിച്ചു കൊടുത്തെന്ന് അറിയത്തില്ല, അത് നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് വന്നു. അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സമയമില്ലാത്ത സമയത്ത് ഈ പ്രസവരക്ഷ എടുക്കണം, അങ്ങനെ കിടക്കണം എന്നൊക്കെയല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഈ രീതിയിലുള്ള പ്രസവരക്ഷകളും വീട്ടുകാരുടെ കെയറും നമ്മളുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലും അവരെ സമാധാനിപ്പിക്കലും അവരുടെ കൂടെ ചേർന്ന് നിൽക്കലും ഈ പറയുന്ന ഡിപ്രഷൻ ഒരുപാട് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രസവരക്ഷകൾ വേണോ വേണ്ടേ എന്നുള്ള ചോദ്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ആ പ്രസവിച്ച് കിടക്കുന്നവർക്ക് അവരെ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഹെൽത്തിയായ അമ്മയും കുട്ടികളെയും ഒക്കെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുറേയൊക്കെ അവർക്ക് ഒരു സപ്പോർട്ടും കെയറും ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ രീതികളൊക്കെ, നമ്മൾ എന്താണോ നമ്മുടെ പാരമ്പര്യം അതനുസരിച്ച് നമുക്ക് ജീവിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം, അത് നല്ലതായിരിക്കും. അപ്പം എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അറിയാമല്ലോ. അപ്പോൾ എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാവരും ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ബൈ.